സോ ഗായ്സ്, അയനീച്ചീൻ്റെ വീട്ടിലെ വാസം കഴിഞ്ഞ് നമ്മൾ ഓഫീസിലേക്ക് പോവുകയാണ്. ആൻഡ് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കിന്ന് ഫുഡ് ഓഫീസിൽ നിന്നാണ്. സോ എന്താണ് ഫുഡ് എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. ബിരിയാണി ആയിരിക്കാം. എനിവേയ്സ് നമുക്ക് മന്തി വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ബട്ട് നമുക്ക് നോക്കി നോക്കാം എന്തായിരിക്കും കിട്ടുക എന്നുള്ളത്. നല്ല വെയിലുണ്ട്. എനിവേയ്സ് നമുക്ക് പോകുന്ന വഴി ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ പാടത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ പാടത്തൂടി പോകുന്ന കാര്യങ്ങളും പാടമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ ഗൈസ്, ഞങ്ങൾ പോവാണ്. അയനിച്ചി അവിടെ പോയിട്ടുണ്ട്. മാംഗോസ്റ്റീൻ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന പോയി വാങ്ങിയിട്ട് തരാം. സോ സുഹൃത്തുക്കളെ, എനിക്ക് ഇത്രയും മാംഗോസ്റ്റീനാണ് കിട്ടിയത്. നമ്മൾ പൊളിക്കും. സോ ഗൈസ്, ഞങ്ങൾ പോവുകയാണ്. അയനിച്ചി എന്തെങ്കിലും പറയും, 2 വാക്ക് പറയും. എനിക്കൊന്നും പറഞ്ഞില്ല. ഈ കള്ള ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ മറ്റേ ആധികാരികമായി സംസാരിക്കുന്ന പോലെ സംസാരിക്കും. പക്ഷെ വീഡിയോ ഓണാക്കിയാൽ മാത്രം അല്ലേ പിന്നെ സംസാരിക്കില്ല. ഹായ്, വയലറ്റ് പൂ. ഇതാണ് വേലിയേരി പൂവ്. വേലിയേരിയോ? വേലികേരി പൂവ്. വേലികേരി പൂവാണത് സുഹൃത്തുക്കളെ. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. നമ്മൾ 2 പേരും ഗ്രീൻ. യാ, നിങ്ങളെങ്ങനെ ഗ്രീൻ ഇട്ടേ? അത് ഞാൻ ഇട്ട് വന്നപ്പോഴാണ് കാണുന്നത്. ഗൈസ്, എല്ലാവരും അയനിച്ചിൻ്റെ കാട്ടുചെമ്പക്കം കണ്ടോ? കാട്ടുചെമ്പക്കം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോയി കാട്ടുചെമ്പക്കം കാണണം കേട്ടോ. പ്രകൃതി രമണീയമായ വയലിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ നടന്നു നീങ്ങുന്നത്. ഇതെന്താണെന്നറിയോ? ശതാവരി. അതാണ് ശതാവരി. അത് പേര് മറന്നു. ഇതാണ് ചീനി, മരച്ചീനി. കപ്പ. ഇതാണ് വേലിയേരി പൂവ്. കൊള്ളാം, പ്രിറ്റി ഗുഡ്. ഇത് ഞങ്ങളവിടെ മരച്ചീനി, ചീനി എന്ന് പറയും. ഇവിടെ ഇപ്പൊ നെല്ലൊന്നുമില്ല. കൂർക്കയോ? കൂർക്കന്റെ സീസൺ കഴിഞ്ഞു. ഇവിടെയൊക്കെ നിറയെ ഇവർക്ക് ഇവിടെ കൂർക്കന്റെ കൃഷി ഉണ്ടായിരുന്നു. അതിന് പശു കുത്താൻ വരുന്ന തൊഴിലുറപ്പിലെ ചേച്ചിമാര് ക്ലീൻ ചെയ്ത തോട. ഈ തോടൊക്കെ തൊഴിലുറപ്പിലെ ചേച്ചിമാര് ക്ലീൻ ചെയ്തത് കേട്ടോ. സോ ഗൈസ്, നമ്മളെ വയലൊക്കെ കഴിഞ്ഞ് റോഡ് മേലെത്താണ്. സോ നമുക്ക് വണ്ടി കിട്ടണം, പോണം. ലോട്ട്സ് ഓഫ് പണി. 10 മണിക്കാണ് പഞ്ച് ചെയ്യേണ്ട ടൈം. ബട്ട് 10 മണിക്ക് എന്തായാലും നമ്മൾ എത്തൂല. ഓക്കെ. അതാണ് പുളിമര. വലിയ മരമാണ് പുളിമര. അതിൽ നിറച്ചും പുളിയുണ്ട്. ഇവിടെ അയനിച്ചൊക്കെയുള്ള സ്ഥിതിക്ക് അവർ കുറേ വാഴ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പാവലാണ്. പാവൽ കൃഷി, പയർ കൃഷി, പശൂമ്പ. ഗൈസ്, ഞങ്ങൾ വന്നത് ജീപ്പിലാണ്. ജീപ്പിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് ചോദിക്കൂ. ജീപ്പിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജീപ്പിൽ കയറിയത്. ഞാനും കുറേ കയറിയിട്ട് 3-4 മാസം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുന്ന് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ? 1 മണിക്കൂർ യാത്രയുണ്ട് കോഴിക്കോടേക്ക്. ബാലുശ്ശേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് 1 മണിക്കൂർ യാത്രയുണ്ട്. 60 രൂപീസ് 2 പേർക്ക്. 60 രൂപയാണ്. പിന്നെ ഇപ്പം സമയം 9:10. സോ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 10:10. എന്തായാലും 10 മണി കഴിയും. 10:30 ആവോ അറിയില്ല. എന്തായാലും നമുക്ക് ഓഫീസിൽ ചെന്നിട്ട് കാണാം. ബൈ. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച പ്രകാരം മന്തിയാണ് കിട്ടിയത്. പക്ഷെ ഒന്നിനും കൊള്ളൂലായിരുന്നു. ബൈ.